ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ റിവിഷൻ ഭാഗമെന്ന് പറയുന്നത് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ, നമ്മുടെ 4th ചാപ്റ്റർ ജോഗ്രഫി, അതിൻ്റെ 2ാമത്തെ ഭാഗമാണ്. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്സ്. ആ ഏരിയയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള 3 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിങ്സ് എ കൺസ്യൂമർ ഷുഡ് കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ ഹി പർച്ചേസ് തിങ്സ്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇച്ചിരി ലെങ്ത് കാണും നിങ്ങൾക്ക് കിട്ടുമ്പോൾ. അതിതാണ്, വാട്ട് ആർ ദ തിങ്സ് എ കൺസ്യൂമർ ഷുഡ് പേ അറ്റൻഷൻ ടു വൈൽ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്നും ഗുഡ്സും സർവീസസും വാങ്ങുമ്പോൾ ഒരു കൺസ്യൂമറുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒരു 10 പോയിൻറ്റ്സ് എങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ടീച്ചറിൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ വീണ്ടും എടുത്ത് കാണുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്സ്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്സ്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്സിനെ ഒരു 6 പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക. പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് 1 2 3 4 5 6 പോയിൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ആക്ട്, അതേതാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, ആ ആക്ടിനെ പറ്റി ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനുള്ളൂ പഠിച്ചോണം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണ്? പ്രത്യേകമായി കൺസ്യൂമർ കോർട്ടുകൾ അവർ സ്ഥാപിച്ചു, അല്ലേ? മറ്റ് സിവിൽ കോർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കോർട്ടുകൾ കൺസ്യൂമേഴ്സിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടു. അതാണ് ആ ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ അത് ഒരു 3 മാർക്കിൻ്റെ ഒരു ആൻസറായിട്ട് നിങ്ങൾ പഠിച്ചോണം. ഓക്കെ, പിന്നെ 2019 അടുത്ത ആക്ട് കൊണ്ടുവന്നു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. എന്തുകൊണ്ടാണ് ഈ 86 ആക്ട് ഉണ്ടായിട്ടും മറ്റൊരു ആക്ട് കൊണ്ടുവന്നത്? ഇ കൊമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൂടി ആഡ് ചെയ്തുകൊണ്ടാണ് 2019 അനദർ ആക്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ആ ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ്, ഇത് 3 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രത്യേക പരിഗണന കൊടുത്ത് പഠിച്ചോണം. എന്താണ്? വാട്ട് ആർ ദ തിങ്സ് എ കൺസ്യൂമർ ഷുഡ് കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ ഹി പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ്? 1. 2ാമത്തെ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്സ്? 3ാമത്തേത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളുടെ എക്സാം അടുത്ത് വരിക, അല്ലേ? എക്സാമിന് ഇനി അധികം ദിവസങ്ങളില്ല, 10ൽ താഴെ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ എക്സാമിനുള്ളൂ. ഫസ്റ്റ് ടൈം എക്സാം വളരെ പ്രധാനപ്പെട്ട എക്സാമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന മോട്ടിവേഷൻ, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യവും നമുക്ക് ആശങ്കകളില്ലാതെ നമ്മുടെ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് പറ്റും. കാരണം എന്താണ്? നമ്മൾ പഠിച്ച് നമ്മുടെ വെച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അവിടെ ഉണ്ടാകണം. 2ാമത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ആത്മവിശ്വാസത്തെ പറ്റിയാണ്. ആത്മവിശ്വാസമാണ് നമ്മുടെ പരീക്ഷകളിൽ നമുക്ക് വിജയം നേടിത്തരുന്ന ഒരു പ്രധാന ഘടകം. കോൺഫിഡൻസ്, അല്ലേ? സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ നമുക്കറിയാം, അനേക ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റും, നമ്മുടെ കഴിഞ്ഞ ചരിത്രം പരിശോധിച്ചാലും ആത്മവിശ്വാസം കൊണ്ട് ഉയർന്ന അനേകം ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഏത് ഉയരങ്ങളും, ഏത് വിഷമഘട്ടവും, ഏത് പ്രതിസന്ധിയും നമുക്ക് മറികടക്കാനായിട്ട് പറ്റും. അതിനുള്ള
ബലം തന്നുകൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? മനുഷ്യന് മാത്രമുള്ള, നമ്മുടെ കവി പറഞ്ഞതുപോലെ ബലിഷ്ടങ്ങളാം കൈകളെ നൽകിയത്രയും മനുഷ്യനെ പാരിലയച്ചത്. അപ്പോൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനായിട്ട് കഴിവുള്ള കഴിവുള്ള വ്യക്തികളായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ലിമിറ്റേഷൻസും, ഏത് പരിമിതികളും നമുക്ക് മറികടക്കാൻ പറ്റും. ഓക്കെ, അതിന് നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് നമുക്ക് ചരിത്രത്തിൽ അനേക ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വോളിബോൾ പ്ലെയർ ആയിരുന്ന അരുണിമ സിംഹയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? വലിയ പ്രശസ്തിയോടുകൂടി വോളിബോൾ പ്ലെയർ ആയിരുന്നു. അവരുടെ ഒരു ഇൻ്റർവ്യൂ, അവർക്ക് ഡൽഹിയിലെ ഒരു ഇൻ്റർവ്യൂവിന്, ഒരു പ്രധാനപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഇൻ്റർവ്യൂവിന് അവർ യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്രയിൽ അവരെ കൊള്ളക്കാരെ ആക്രമിക്കുകയും ആ കൊള്ളക്കാരെ അവരുടെ ഒരു ചെറിയ ഒരു താലിമാല അത് കവരാൻ വേണ്ടി അവരെ ആക്രമിക്കുകയും അവരെ ട്രെയിനിൽ നിന്നെടുത്ത് വെളിയിലേക്ക് എറിയുകയും ചെയ്തു. ആ ഒരു അപകടത്തിൽ അവർക്ക് ഒരു കാല് നഷ്ടപ്പെട്ടു പോയി, കൈ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അവരെ വളരെ അവരുടെ ആത്മവിശ്വാസം കൊണ്ട് അവരെ ഉയരങ്ങൾ കീഴടക്കുകയും വീണ്ടും അവരെ വലിയ പർവ്വത ആരോഹകയായി മാറുകയും അർജുന അവാർഡ് അടക്കമുള്ള അനേകം കായിക അവാർഡുകൾ വീണ്ടും വാരിക്കൂട്ടുകയും ഒക്കെ ചെയ്ത, എല്ലാവർക്കും പ്രചോദനമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുകയും ചെയ്തു. അപ്പോൾ ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയെയും മറികടക്കാമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠനകാര്യത്തിൽ പരിമിതികളുണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് നിങ്ങൾ മറികടക്കുക. ഓക്കെ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു. മറ്റ്